സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിൽ ബീപ്പ് സൗണ്ട് വന്നിട്ട് ഇങ്ങനെ ലൈറ്റ് കത്തിയിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് 3 തരത്തിൽ വർക്ക് ചെയ്യിപ്പിക്കുക. ഒന്ന് മോഷൻ സെൻസർ, ഒന്ന് ടച്ച്, ഒന്ന് റിമോട്ട്. സെൻസർ ആണെങ്കിൽ ഇതുമാണ് സെൻസർ. ഏകദേശം ഒരു 3 ഇഞ്ചൊക്കെ സെൻസ് ചെയ്യുള്ളൂ. നമ്മൾ സെൻസർ ടു സെൻസർ കടന്നു പോണ മോഷൻ കൊടുത്താൽ ഫസ്റ്റ് സ്പീഡിൽ സെക്ഷൻ തുടങ്ങും. പിന്നെ ഇങ്ങനെ ഓരോ തവണ കൊടുക്കുന്നതോറും സെക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇതിന് 9 സ്പീഡാണ് വരുന്നത്. നമ്മൾ സെൻസറിൽ ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ലൈറ്റ് ഒക്കെ കത്തും. ഈ 9ാമത്തെ സ്പീഡ് കഴിഞ്ഞാൽ പിന്നെയും അതേ വേവ് കൊടുത്താൽ 0ലേക്ക് പോകും. ഓക്കെ. പിന്നെ 1 2 3 ഇങ്ങനെ വരണം. ഇവിടുന്ന് ഇങ്ങോട്ട് 3 മിനിറ്റ് കാണിക്കും. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓട്ടോ ഓഫ് ആവും. എമർജൻസി ഓഫ് ആക്കണമെങ്കിൽ സെക്കൻഡ് ഒന്നും കൂടി കൊടുക്കാം. ഓക്കെ, അതാണ് സെൻസറിലെ ഓഫ്. ടച്ച് ആണെങ്കിൽ ഇത് ജസ്റ്റ് ഓൺ, ഫംഗ്ഷൻ ഒന്നുമില്ല. ഫംഗ്ഷൻ ഈ 2 ഏറോ മാർക്ക് വെച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ കൂട്ടാ കുറയ്ക്കാം. സ്പീഡ് കൂട്ടാ കുറയ്ക്കാം നമ്മളെ കുക്കിങ്ങിനനുസരിച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് 9 സ്പീഡ് കയ്യിലുണ്ട്. ഇതിന് നേരെ ഏവറേജ്, സാധാരണ രീതിയിൽ ഒരു ഏവറേജ് കുക്കിംഗ് ആണ് സ്ഥിരം ചെയ്യുന്നതെങ്കിൽ ഏവറേജ് സ്പീഡിലേക്ക് ഒറ്റയടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് 5-ലെത്തും. ഈ മാനുവലി ചെയ്യുമ്പോൾ നമ്മൾ മാനുവലി തന്നെ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്യണം. ഓക്കെ, ഈ ഓൺ ആക്കി അതേ ബട്ടൺ തന്നെ ഒരു തവണ പ്രസ് ചെയ്താൽ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ആവുള്ളൂ. എമർജൻസി ഓഫ് വേണമെങ്കിൽ സെക്കൻഡ് പ്രസ് വേണം. ഓക്കെ, അപ്പോൾ ഈ 2 ഏറോ മാർക്ക്, ഏവറേജ് സ്പീഡ്, ലൈറ്റ് ഓൺ ഓഫ്. ഈ ലൈറ്റിന്റെയും ഓൺ ഓഫിന്റെയും നടുവിലുള്ളതാണ് ഓട്ടോ ക്ലീൻ. ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസത്തിൽ ഒരിക്കലും ജസ്റ്റ് ഓൺ ചെയ്യാം. ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഇത് ടച്ച് ചെയ്താൽ പോരാ, ഇതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒരു 3 സെക്കൻഡ് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഇവിടെ 10 മിനിറ്റ് കാണിക്കും. ഈ 10 മിനിറ്റ് ഇങ്ങനെ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. ഈ 10 മിനിറ്റിൽ സംഭവിക്കുന്നത് ഇതിന്റെ അകത്തൊരു കോയിൽ കത്തിയിട്ട് ചൂടാവും. ഹീറ്റ് ക്ലീനിങ് ആണ് നടക്കുക. ഈ മെഷീന്റെ അകത്ത് പിടിച്ചിരിക്കുന്ന ഓയിലും വേസ്റ്റും ഹീറ്റായിട്ട് ഇങ്ങനെ ഇതിലേക്ക് വരും, ഓയിൽ ട്രേയിലേക്ക്. ഓക്കെ, ഈ 10 മിനിറ്റിൽ 9 മിനിറ്റ് ഇങ്ങനെ ഫങ്ഷൻ നടന്നിട്ട് ലാസ്റ്റത്തെ 1 മിനിറ്റ് ഫുള്ളായിട്ട് മെഷീൻ വർക്ക് ചെയ്യും. ലാസ്റ്റത്തെ 1 മിനിറ്റ് ഫുൾ സെക്ഷൻ ചെയ്യും. അതും കഴിഞ്ഞ് നിന്നാൽ നമ്മൾ ആകെ ചെയ്യേണ്ട ക്ലീനിങ് ഈ ഓയിൽ ട്രേ മാത്രം റിമൂവ് ചെയ്യാം. ഈ ഓയിൽ ട്രേ റിമൂവ് ചെയ്യുക, ക്ലീൻ ചെയ്യാം. ഓക്കെ, ഈ 3 ഹോളിൽ കൂടിയാണ് ഓയിൽ ഉണ്ടെങ്കിൽ വരാം. ഓക്കെ, ഇതിന്റെ 2 ലെഗ് ശ്രദ്ധിക്കുക. ഈ 2 സ്ലോട്ടിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുക. ഓക്കെ, അത്രേ വരുന്നുള്ളൂ. സെയിം തന്നെ റിമോട്ട് ഒന്ന് പെയർ ചെയ്യേണ്ടി വരും. റിമോട്ട് പെയർ ചെയ്യുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്, നമുക്ക് കാണുന്നില്ല. ഈ മൈനസ് ബട്ടണില്ലേ, കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചതാ ഈ ഒരു ബീപ്പ് സൗണ്ട് വരും. ഈ ബീപ്പ് സൗണ്ട് വന്നാൽ മാത്രമേ റിമോട്ട് പെയർ ആവുള്ളൂ.